ഹായ് ഹലോ, നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് നല്ല വെറൈറ്റി ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. കപ്പ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നലെ കുറച്ച് ബീഫ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മളൊരു കുക്കറാണ് അടുപ്പിലോട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് 2 സ്പൂൺ എണ്ണ മാത്രം മതി. ഒഴിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഏത് രീതി വേണമെങ്കിലും നമുക്ക് അരിഞ്ഞിടാം. കുറച്ച് ചെറുതായിരുന്നാൽ മാത്രം മതിയേ. എന്നിട്ട് കനം കുറച്ചരിഞ്ഞ ഒരു സവാളയും ഒരു 10-20 കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും, പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടിപ്പോകാതെ സൂക്ഷിക്കണേ. എന്നിട്ട് നമ്മളും കൂടി ഇളക്കി കൊടുക്കുക. തീ എപ്പോഴും മീഡിയം വെച്ചിരിക്കുന്നതാണ് നല്ലത്. നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും മല്ലിപ്പൊടിയാണ് 3 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലിയും, പിന്നെ അതാണ്ട് കുറച്ച് ഗരം മസാല വീട്ടിൽ തന്നെ പൊടിക്കണേ, നല്ലതായിരിക്കും. പിന്നെ അത് 1/2 സ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങോട്ട് ഇടുക. ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ അങ്ങ് ഇളക്കുമ്പോഴത്തേക്കും ഒരു മണമൊക്കെ വരും. പിന്നെ അതാണ്ട് നമ്മൾ കുറച്ച് നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക. ഇതെന്താ വേവുന്നതിന് മുമ്പ് മണം വരുമെന്നാണോ? മണമൊക്കെ ഉണ്ടേ. എന്നിട്ട് താണ്ടെ കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതൊരു 7-8 ഫിസൽ അടിക്കട്ടെ, നമുക്കങ്ങ് മാറ്റി വെച്ചിരിക്കാം. അതിനുശേഷം നമ്മുടെ കപ്പയില്ലേ ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം കപ്പ നിറഞ്ഞു നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിക്കണേ. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഒന്ന് അടച്ച് വെക്കണം. നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ കപ്പ വേവാൻ കുറേ സമയമെടുക്കും. ഇത് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ ഇനി നിങ്ങൾ നോക്കണേ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വെന്തോ എന്നൊന്ന് നോക്കണം. വെന്ത് കലങ്ങി പോയാൽ കുളമാവും. എന്തായാലും വെന്തിട്ടുണ്ട്. എന്നിട്ടൊരു അടിക്കട്ടിയുള്ള പാത്രം എടുത്തിട്ട് ഒരു 2 സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. അങ്ങോട്ട് കടുകിടുക. അങ്ങോട്ട് കടുക് പൊട്ടിക്കുക. പൊട്ടുന്നതിന് ശേഷം ഏറെ കറിവേപ്പില, ഏറെ ഇടുന്നതാണ് നല്ലത്. ഏറെ കറിവേപ്പിലയും ഇട്ട് ഒരു കപ്പ് തേങ്ങ നല്ല രീതിയിൽ കൈ വിടാതെ ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. നല്ല രീതിയിൽ ഇളക്കി നല്ല രീതിയിൽ അതങ്ങ് വറുക്കണേ. വറുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഇരുമ്പും ചട്ടിയിൽ നിന്ന് അതങ്ങ് മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് അവിടെ റെഡിയായി കാണുമെന്നല്ല റെഡിയായി. അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയേ. പിന്നെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആ ബീഫ് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്രയും കുരുമുളക് പൊടി ഇടാവേ. കുറച്ച് ഏറെ ഇട്ടാലും നല്ലതാണ്. ഇട്ടതിന് ശേഷം നമ്മൾ ആ കപ്പ ഇടുക. കപ്പ ഇട്ടിട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ആ തേങ്ങ ഇട്ടൊരു 10 മിനിറ്റ് അടച്ച് ഒന്നും നോക്കാതെ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക. വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കുക. എടുത്ത് നല്ല രീതിയിൽ അങ്ങ് ഇളക്കി പിടിപ്പിക്കുക. എൻ്റെ പൊന്നെ, ആ വറുത്ത തേങ്ങയുടെ മണമില്ലേ, അതൊരു ഒന്നൊന്നര മണം തന്നെ. എന്നിട്ട് ഏറെ മല്ലിയില അതിൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് തൂകിയതിന് ശേഷം നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞു. എന്നാലും നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. ആ മല്ലിയിലയും എല്ലായിടത്തും കൂടെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്നിടം വരെ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കപ്പ ഒരുപാട് അങ്ങ് ഉടയരുത്. ചില കഷ്ണങ്ങൾ മാത്രം ഉടയാതെ കിടക്കണം. ബാക്കിയൊക്കെ ഉടഞ്ഞാലും വേണ്ടിയില്ല. എന്നിട്ട് അങ്ങോട്ട് പ്ലേറ്റ് എടുത്തിട്ട് അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല ഉണ്ടാക്കുന്നത്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി നമ്മുടെ ക്രിസ്മസിന് വീട്ടിൽ ആളുകളൊക്കെ നിൽക്കാൻ വരുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് കൊടുത്തു നോക്കിയേ. എല്ലാവർക്കും ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ കുറച്ച് എടുത്ത് അങ്ങോട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ, സീ യു.